ഇസ്രയേലുമായി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചർച്ച നടത്തിയെന്ന വാർത്തകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു എന്ന വാർത്തകൾ വരുമ്പോൾ എന്തായിരിക്കാം ഈ സംഭാഷണത്തിൻ്റെ സൂചനകൾ? നമ്മുടെ ആശങ്ക അറിയിക്കാൻ കഴിഞ്ഞോ? ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നതിന് മുമ്പായി ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സന്ദർശനം നടത്തിയ വിദേശ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി മണിക്കൂറുകൾക്കകമാണ് ഇറാനിൽ ഇസ്രായേൽ സംയുക്ത ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഡൽഹിയിൽ ഒരു ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നിരുന്നു കേന്ദ്രമന്ത്രിസഭയുടെ. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചത്. പ്രധാനമായും ഈ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അത് അദ്ദേഹം ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നു. ശത്രുത എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ടെലിഫോൺ ചർച്ചയിൽ സംഭാഷണത്തിൽ നടന്നതായി പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രധാനമായും മേഖലയിലെ സുരക്ഷ, സ്വന്തം ജനങ്ങളുടെ സുരക്ഷ എന്നിവയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി ഈ ഒരു ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. സമാനമായി തന്നെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുകയും UAEയിലുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷയൊരുക്കിയതിൽ ഭരണകൂടത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. ആക്രമണങ്ങളിലുണ്ടായ ആൾനാശത്തിൽ അനുശോചനം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ UAEക്ക് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഡൽഹിയിൽ ചേർന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവരാണ് പങ്കെടുത്തത്. ഈ ഒരു യോഗം ഈ മേഖലയിലുള്ള സംഘർഷം സംബന്ധിച്ച് വിശദമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ അത് ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ചർച്ചയായത്. നിലവിലെ സാഹചര്യത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുന്നില്ല ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് നിലപാട്. അത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാകും അത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഒഴിപ്പിക്കൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന ഘട്ടത്തിൽ ഒഴിപ്പിക്കൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തി അതിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഈ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഒഴിപ്പിക്കൽ ഉണ്ടാവുകയാണെങ്കിൽ, അടിയന്തര സാഹചര്യത്തിൽ അത്തരത്തിലും ഒരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഏത് തരത്തിൽ അത് നടപ്പാക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ പദ്ധതി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് ഈ വിഷയത്തിൽ പ്രധാനമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം എന്നുള്ളത് രാജ്യത്തെ പലതരത്തിൽ ബാധിക്കുന്നതാണ്. നിരവധി പ്രവാസികൾ ഈ മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഇന്ത്യയുമായി മികച്ച ബന്ധമുള്ള, വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളാണ് ഈ മേഖലയിലുള്ളത്. അതെല്ലാം കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ അടക്കമുള്ളവ സസൂക്ഷ്മം തന്നെ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശവും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജമ്മു കശ്മീർ, ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഷിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇറാനെതിരായ ആക്രമണത്തിൽ പ്രതിഷേധമുണ്ടായത്. അത് ഒഴിവാക്കുന്നതിന് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശം ഈ സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.